तीसरे चरण के बाद इन्होंने रोना धोना शुरू कर दिया। इलेक्शन कमीशन आंकड़े क्यों नहीं देता है, आंकड़े देर से क्यों देता है, इलेक्शन कमीशन ऐसा क्यों करता है, इलेक्शन कमीशन वैसा क्यों करता है। उधर ईवीएम बंद हो गया, उधर ईवीएम चलता नहीं है, उधर ईवीएम का यानी उन्होंने ग्राउंड बनाना शुरू कर दिया है कि पराजय का ठीकरा किसके सर पर फोड़ा जाए। जैसे आप सब हिंदुस्तान की जनता, सारे जीव जो बायोलॉजिकल है, उनको नरेंद्र मोदी जी कहते हैं कि भैया आप सब बायोलॉजिकल हो, मैं बायोलॉजिकल नहीं हूं। मुझे परमात्मा ने ऊपर से भेजा है, मिशन के लिए भेजा है। अब अगर भैया सड़क पे आपको ये कोई कह दे तो आप उसे क्या कहोगे? क्या कहोगे? उसे कहोगे भैया माफ करो, काम अपना करो, हमें अपना काम करने दो। और उनके चमचे क्या कहते हैं? वाह 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 वाह, क्या बात बोली। നമസ്കാരം. മോദി വീണ്ടും സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നു. തന്നെ ദൈവം അയച്ചിരിക്കുകയാണെന്ന് വരെ പറയുന്നു. ഇന്നിപ്പോൾ 6ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം തീരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംരക്ഷകനായി കൂടി അവതരിച്ചിരിക്കുന്നു. 3ാം ഘട്ടത്തോടെ തന്നെ ഇന്ത്യ സഖ്യം തോറ്റെന്നും അതുകൊണ്ടാണ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നത് എന്നും കട്ടായം പറയുന്നു. യോഗിയും കഴിഞ്ഞ ദിവസം 400 പാർ പൊടിതട്ടിയെടുത്തു. 5ാം ഘട്ടം വരെ കണ്ട അങ്കലാപ്പൊഴിഞ്ഞ് എന്തേ ഇപ്പോൾ ഇത്ര ഉത്സാഹം? ബിജെപിക്കും മോദിക്കും എല്ലാം ഭദ്രമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ പ്രവചിച്ചതോടെയാണോ? പ്രശാന്തിന്റെ പ്രവചനം ശരിയായാലും തെറ്റായാലും നാട്ടിലെങ്ങും അത് പാട്ടാണ്, ചർച്ചയാണ്. അതേസമയം പ്രശാന്തിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത യോഗേന്ദ്ര യാദവ് പറയുന്നു ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്ന്, ചിലപ്പോൾ എൻഡിഎക്കും കിട്ടില്ലെന്ന്. അവസാന ഘട്ടത്തിന് തൊട്ടുമുൻപത്തെ ഘട്ടത്തിലെത്തുമ്പോൾ ജനവിധി ഏതു വഴിക്കാണ് പോകുന്നത്? ആര് പറയുന്നതാണ് ശരി? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ഉറപ്പിച്ചത് ആര്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് കെ.പി. നൌഷാദ് അലി, ബി.ജെ.പിയിൽ നിന്ന് ബി. ഗോപാലകൃഷ്ണൻ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ ജി. ഗോപകുമാർ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രതിനിധി രാഷ്ട്രീയ നിരീക്ഷകയും മാധ്യമപ്രവർത്തകയുമായ ലിസ് മാത്യു എന്നിവരാണ് തത്സമയം എൻകൗണ്ടറിൽ അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജി. ഗോപകുമാർ, താങ്കൾ ഈ പ്രശാന്ത് കിഷോർ പറയുന്നതാണോ യോഗേന്ദ്ര യാദവ് പറയുന്നതാണോ യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത്? ഞാൻ ഇവർ രണ്ടുപേരുടെയും ചർച്ചകൾ കേൾക്കാറുണ്ട്. ടി വിയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വന്ന ഇന്നത്തെ ഇൻ്റർവ്യൂവും വളരെ സശ്രദ്ധം കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ യോഗേന്ദ്ര യാദവ് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്. 96 മുതൽ തിരഞ്ഞെടുപ്പ് പഠനത്തിന് CSDSൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവുമായി നന്നായിട്ട് പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പഠനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ യോഗേന്ദ്ര യാദവിന് പറ്റുന്നൊരു അപകടം അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടൊരു അക്കാഡമിക്കായിട്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൽ ആക്ടിവിസം വളരെ വളരെ വർദ്ധിച്ചു. ആ വർദ്ധിച്ച് ഒടുവിൽ അദ്ദേഹം സ്വരാജ് പാർട്ടിയിൽ പോയി, ആം ആദ്മി പാർട്ടി. പക്ഷേ ഡോക്ടർ ജി. ഗോപകുമാർ, ഇതേ കാര്യം പ്രശാന്ത് കിഷോറിനും ബാധകമാണ്. അദ്ദേഹവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറാൻ നോക്കി. പിന്നെ ഇപ്പോൾ ഒരു ഡേറ്റയുടെയും പിൻബലത്തിലല്ല അദ്ദേഹവും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ, അതാണ് ഈ കുഴപ്പം. നമ്മുടെ അനാലിസിസ് നടത്തുന്നവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിമുക്തരല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ പാർട്ടികളുമായിട്ട് ബന്ധം നേരിട്ട്, അതിനോട് സിമ്പതി നേരിട്ട്, അതിൻ്റെ ഭാഗവാക്കാകുമ്പോൾ അതിൽ സ്വാധീനിക്കപ്പെടും. എന്നാലും വേണു ചോദിച്ച ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഉത്തരം, പ്രശാന്ത് കിഷോർ പറയുന്നത് പോലെ അത്രമേൽ BJPക്കോ NDAക്കോ ശോഭിക്കുന്നൊരു സാഹചര്യമില്ല. എന്നാൽ യോഗേന്ദ്ര യാദവ് പറയുന്നത് പോലെ NDAക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന അവസ്ഥയുമില്ല. തീർച്ചയായിട്ടും NDAക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടും. ഇതാണ് എനിക്ക്
തോന്നുന്ന മാത്രമല്ല എൻ്റെ വിലയിരുത്തൽ അതാണ്. സംസ്ഥാനങ്ങളിലൂടെ കണ്ണോടിക്കുകയും സംസ്ഥാനങ്ങളിലുള്ള പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുമായിട്ട് സംവദിക്കുകയും അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഒരു ഡേറ്റ കളക്ഷനിൽ നോക്കുമ്പോൾ തന്നെ നിഷ്പക്ഷരായ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പ്രശാന്ത് കിഷോർ പറയുന്ന അത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകില്ല BJPക്കും NDAക്കും. പക്ഷേ യോഗേന്ദ്ര യാദവ് പറയുന്നത് പോലെ ഭൂരിപക്ഷമേ ഇല്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകില്ല. കറക്റ്റ്, അത് തന്നെ വേണം. കൃത്യമായിട്ട് വായിച്ചെടുത്തു. ഞാൻ എടുത്ത നിലപാട് അതാണ്, എൻ്റെ നിലപാട്. അതിൽ തന്നെയാണ് നേരത്തെ ഞാൻ ആ നിലപാടിൽ നിൽക്കുകയാണ്. വളരെ ആദ്യ കാലഘട്ടത്തിൽ 2 മാസം മുമ്പ് ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് 370, 350 ഒക്കെ പറയുന്ന കാലത്ത് 400 ഞാൻ പറഞ്ഞു അത് വരത്തില്ല. തീർച്ചയായിട്ടും NDAക്ക് ഭൂരിപക്ഷം കിട്ടും, BJPക്ക് തനിച്ചൊരു ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് 272 എന്നുള്ള മാജിക് സംഖ്യയ്ക്ക് അടുത്ത് വരും. ചിലപ്പോൾ 280 വരെ പോകാം BJPക്ക്. ബാക്കി സഖ്യകക്ഷികളും കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 310 പരമാവധി ഓപ്റ്റിമം കിട്ടാനുള്ള സാധ്യത, അങ്ങേയറ്റത്തെ റേഞ്ച്. അതുകൊണ്ട് NDAക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ആ നിലയ്ക്ക് യോഗേന്ദ്ര യാദവുമായിട്ട് വിയോജിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. ശരി, നമുക്ക് ഈ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ ഇങ്ങനെ പറയുന്നത്, ഏതൊക്കെ ഘടകങ്ങൾ വിലയിരുത്തിയാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് എന്നതിലേക്കും കൂടെ വരാം. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ പ്രശാന്ത് കിഷോറിൻ്റെയും യോഗേന്ദ്ര യാദവിൻ്റെയും പ്രത്യേക താല്പര്യങ്ങൾ അവരെ എങ്ങനെയാണ് ഈ ജനവിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻപ് അവരെടുത്ത നിലപാടിൻ്റെ അതേ വിശ്വാസതയോടെ സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ G. ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് ശുഭകരമല്ല. അങ്ങയുടെ മറുപടി എന്താണ്? വേണു, ഇവിടെ പ്രശാന്ത് കിഷോർ, യോഗേന്ദ്ര യാദവ്, സുധീന്ദ്ര കുൽക്കർണി, വിജയ് വിദ്രോഹി, പ്രണയ് റോയ്, അതുപോലെ HV വാസു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രവചനങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് ഒരു പുൽവാമ ബലാക്കോട്ടില്ല, 2019 അപേക്ഷിച്ച് മോദി എന്നൊരു തരംഗമില്ല. നമ്മുടെ ഒരു ജീവസന്ധാരണ വിഷയങ്ങൾ, തൊഴിൽ, പാർപ്പിടം, ഭക്ഷണം, വിലക്കയറ്റം, ഇതൊക്കെ പ്രധാന ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യം, ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ പിന്നെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഹരിയാനയിലെ 10 സീറ്റിലും ഡൽഹിയിലെ 7 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഹരിയാന സംസ്ഥാനത്തൊക്കെ വളരെ കൃത്യമായ ഒരു ഭരണവിരുദ്ധത സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ഉണ്ട്. അവിടെ മനോഹർലാൽ ഖട്ടറിനെ അധികാരഭ്രഷ്ടനാക്കിയതിൻ്റെ അസംതൃപ്തിയുണ്ട്. അവിടെ കർഷക പ്രക്ഷോഭങ്ങളുടെ വലിയ പ്രതിഫലനങ്ങളുണ്ട്. പല BJP സ്ഥാനാർത്ഥികളും കർഷക ഗ്രാമങ്ങളിൽ നിന്ന് ബഹളം വെച്ച് ഓടിക്കപ്പെടുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഖട്ടറിൻ്റെ ബന്ധുക്കളൊക്കെ ഈ അടുത്ത് കോൺഗ്രസിൽ ചേർന്നു. 3 സ്വതന്ത്ര MLAമാർ BJP ലാവണത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരിച്ച് പിന്തുണ കൊടുക്കുന്നതായിട്ട് പത്രസമ്മേളനം നടത്തിയ വാർത്ത നമ്മൾ കണ്ടു. ഇത്തരത്തിലൊക്കെ നമുക്ക് ഹരിയാനയിലെ ചില ഗ്രൗണ്ട് റിയാലിറ്റികൾ ഇത്തരം ചില പ്രതിഫലനങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലേക്കാണ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെയുണ്ട്. പിന്നെ എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പുകളിലും UP ഉണ്ട്, ബംഗാളുണ്ട്, ബീഹാറുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള പരിതസ്ഥിതികളും ഈ മോദി എന്നൊരു തരംഗം മാറി ഒരു ജീവൽ പ്രശ്നങ്ങൾ പ്രധാന വിഷയങ്ങളായി മാറുമ്പോഴുണ്ടാകും. പക്ഷേ ശ്രീ നൗഷാദ് അലി, ഇപ്പൊ അങ്ങ് പറയുന്ന ഈ ഹരിയാന, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 10 സീറ്റിന്റെ കഥയേ ഉള്ളൂ ഹരിയാനയ്ക്ക് പറയാൻ. അങ്ങ് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ. യോഗേന്ദ്ര യാദവ് പറയുന്നത് ഈ സംസ്ഥാനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗമുള്ള ഏക സംസ്ഥാനം ആയി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് ഹരിയാനയാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അതിന് മുൻപ് ഈ ഹരിയാന അടക്കമുള്ള മേഖലകളിൽ ഒരുപക്ഷെ വീഴ്ചയുണ്ടായാലും അത് ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് മറികടക്കാൻ കഴിയുമെന്നതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന UPയിലും ബീഹാറിലും 25 സീറ്റ് 2014 അപേക്ഷിച്ച് 2019 എത്തുമ്പോൾ കുറയുന്നുണ്ട് BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച്. പക്ഷേ അത് കഴിഞ്ഞ തവണ അവർക്കതൊരു തിരിച്ചടിയായില്ല. അത് എങ്ങനെയാണ് പരിഹരിച്ചത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിലെ മുന്നേറ്റം, കർണാടക അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കൂടാതെ പരമപ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് അങ്ങീ പറയുന്ന തിരിച്ചടികൾ നടന്ന സ്ഥലങ്ങളെ മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ബംഗാളിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം. അപ്പോൾ ഈ മേഖലയിൽ ഒരു 50 സീറ്റ് കുറയാം എന്ന് വെച്ചാൽ ഈ പറയുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ അത് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും, വീണ്ടെടുക്കാൻ കഴിയും.
അങ്ങനെ 2019 ഒട്ടും മോശമല്ലാത്തൊരു പ്രകടനം ആവർത്തിക്കാൻ അവർക്ക് കഴിയും. ഇതാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന സംസ്ഥാനങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ. മറുപടി: ഈ പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വലിയ മാജിക്കുകളൊക്കെ സൃഷ്ടിച്ച ആൾ എന്നൊരു ഖ്യാതിയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുമ്പോൾ അത് പ്രശാന്ത് കിഷോറിനെക്കാളും ഒക്കെ വളരെയധികം നമുക്ക് നേരിട്ട് ബന്ധമുള്ള ഇടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരളം, തമിഴ്നാടൊക്കെ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും 2 അക്കം തങ്ങളുടെ എണ്ണം കടക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 400 പാറൊക്കെ നരേന്ദ്രമോദി സ്ഥാപിച്ചെടുക്കുന്നത്. പിന്നെ കർണാടകയാണ് മറ്റൊരു സംസ്ഥാനം, അവിടെ ഒരു സീറ്റ് മാത്രമല്ല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വസ്തുതകളെ കാണാതെ പോകരുത്. പ്രശാന്ത് കിഷോർ പറഞ്ഞ വാചകം ഇതാണ്: പോസിബിളി 1 or 2 ഇൻ കേരള ആൻഡ് തമിഴ്നാട് ആസ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആയിക്കോട്ടെ പ്രശാന്ത് വോട്ട് ഷെയർ കൂടുമെന്ന് പറയുന്നു. അല്ല, അതെ, പ്രശാന്ത് കിഷോറിന്റെ വാദം അത്രയാണെങ്കിൽ അത് കൂടുതൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഞാൻ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങളെ കുറിച്ച് അനുകൂലമായി സംസാരിച്ചിരിക്കുന്ന യോഗേന്ദ്ര യാദവ് ആണല്ലോ. പക്ഷേ ഈ കാര്യങ്ങളിൽ രണ്ടുപേരുടെയും പ്രതികരണം നോക്കൂ. പ്രശാന്ത് കിഷോർ പറയുന്നത് 1 or 2 സീറ്റ് കിട്ടിയേക്കാം. ഒരുപക്ഷെ ഈ പറയുന്ന തമിഴ്നാട്, കേരളം, പുതുച്ചേരിയും കൂടെ ചേർക്കുകയാണ് എങ്കിലൊരു സാധ്യതയാണ് പറയുന്നത്, 1 or 2. യോഗേന്ദ്ര പറയുന്നത് എന്താണ്? അതേ സ്ഥലത്തെ പറ്റി തന്നെ യോഗേന്ദ്ര പറയുന്നത് അവിടെ വോട്ട് ഷെയർ കൂടുമെന്നാണ്. അപ്പോൾ ആ സാധ്യതയെ യോഗേന്ദ്ര യാദവും തള്ളുന്നില്ല. അല്ല, അതിൽ വേണു ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ മതികളെയോ നിരീക്ഷകരെയോ പത്രപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 1 or 2 സീറ്റ്, തമിഴ്നാട്ടിൽ 1 or 2 സീറ്റൊക്കെ BJPക്ക് കിട്ടുമെന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ഊഹിച്ച് പറയുന്നവരെ നമുക്ക് തെറ്റ് പറയുക സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ള ചെറിയ കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ 2014. അതാണ് ഞാൻ അതിനെ തെറ്റ് പറയുക സാധ്യമല്ല എന്നാ പറഞ്ഞത്. മത്സര സാധ്യതകളൊക്കെ BJP ഈ 2 സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ 1 or 2 സീറ്റുകളിലൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ അന്തിമമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ കർണാടകയാണ് BJP വലിയ സീറ്റുകൾ നിലവിൽ നേടിയ ഒരു സംസ്ഥാനം. അവിടെ 28 സീറ്റുകളിൽ 26 സീറ്റും ഒന്ന് സുമലതയടക്കം 27ഓളം സീറ്റുകൾ അല്ലെങ്കിൽ 26ഓളം സീറ്റുകൾ അവിടെ ആ സംസ്ഥാനത്ത് അവർ നിലവിൽ നേടിയിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അത് നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം. ഇത് ശരിയാണ്. പക്ഷേ ഞാൻ ഇടപെടുകയാണ്, എനിക്ക് മറ്റതിലേക്ക് കൂടെ പോകണം. കാരണം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ അടിവരയിട്ട് പറയുകയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ശരി. പക്ഷേ പ്രശാന്ത് കിഷോർ അത് കാണാതെ പോകുന്നു എന്ന് അങ്ങ് കരുതരുത്. അങ്ങയുടെ വിലയിരുത്തൽ കേൾക്കുമ്പോൾ അങ്ങനെ വരും. കാരണം ഈ പ്രശാന്ത് കിഷോർ പറയുന്ന വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗമായി അദ്ദേഹം ഭൂമിശാസ്ത്രപരമായി പിഴവാണെങ്കിലും ഇലക്ട്രൽ ഘടന വെച്ചുകൊണ്ട് അദ്ദേഹം കർണാടകത്തെയും അപ്പുറത്തേക്കാണ് എടുത്തിരിക്കുന്നത്. 250 കഴിഞ്ഞ തവണ NDAക്ക് BJPക്ക് കിട്ടിയ മേഖലയിൽ കർണാടകയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് നൗഷാദലി, അപ്പോൾ അഥവാ ആ തിരിച്ചടി ഉണ്ടായാൽ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ 50 സീറ്റോളം കുറയാം എന്ന് പറയുന്ന സാധ്യതയ്ക്കകത്ത് അങ്ങീ പറയുന്ന കർണാടകയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശാന്ത് കിഷോർ. വേഗം മറുപടി. ഇവിടെ BJP ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൂടുതൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടുമെങ്കിൽ അതിന് രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു ഇടം തെലങ്കാനയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ അങ്ങനെ പോകുന്നില്ല. അപ്പൊ നമുക്ക് പുതിയ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചത് അങ്ങ് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമെന്നാണ് പ്രശാന്ത് പറഞ്ഞ കാര്യത്തിൽ. അല്ല, കർണാടകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. കാരണം കർണാടകയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ 5ന് ഗ്യാരണ്ടി ഉണ്ട്. അതല്ല വിഷയം. ഞാൻ പറഞ്ഞത് വടക്ക് കിഴക്കൻ എന്ന് മേഖല തിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറൻ എന്ന് മേഖല തിരിക്കുന്നു. ഈ പറയുന്ന തെക്ക് കിഴക്ക് എന്നും വടക്ക് പടിഞ്ഞാറൻ എന്നും വേർതിരിക്കുമ്പോൾ അതിൽ പ്രശാന്ത് കിഷോർ കർണാടകയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി ലിസ് മാത്യു, ഇവിടെ പ്രശാന്ത് കിഷോറിൻ്റെയും യോഗേന്ദ്ര യാദവിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ അങ്ങ് സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ മോദിയും യോഗിയും എല്ലാം വീണ്ടും ഈ 400 പാർ പറയുന്നത് പ്രശാന്ത് ഇങ്ങനൊരു പ്രതികരണം നടത്തിയതിന് ശേഷമാണോ? കൂടാതെ അങ്ങേക്ക് നൽകിയ അഭിമുഖത്തിൽ നദ്ദയും പറയുകയാണ്, ഞങ്ങൾക്ക് RSSന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതെല്ലാം പ്രശാന്ത് കിഷോറിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തോടെ തിരികൊളുത്തപ്പെട്ടിരിക്കുന്ന രണ്ടാമതായി കടന്നു വരുന്ന ആത്മവിശ്വാസം എന്ന രൂപത്തിലാണോ കാണേണ്ടത്? ഒരു ആത്മവിശ്വാസമല്ല വേണു, അത് തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ഒരു ഡിഫെൻസ് ആണ്. അതായത് BJPക്ക് ആദ്യത്തെ 3 ഫേസിൽ നിന്ന്
കിട്ടിയ പ്രതികരണം ഒട്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ളതായിരുന്നില്ല. അതിനുശേഷം അവർ മെച്ചപ്പെട്ടു എന്നാണ് അവരുടെ അവകാശവാദം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം, ആദ്യം ശ്രീ ഗോപകുമാർജി സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന്. നമുക്കറിയാം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാവരും ഈ രാജ്യം ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളടക്കം ഇലക്ഷൻ ഇല്ല, ഇലക്ഷൻ്റെ റിസൾട്ട് ഒരു ഫോർഗോൺ കൺക്ലൂഷൻ ആയിട്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ വെസ്റ്റേൺ UPയിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു വേവ് ഉള്ള ഇലക്ഷൻ അല്ല. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ പ്രശസ്തിക്കോ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിക്കോ അദ്ദേഹത്തിനുള്ള ആക്സെപ്റ്റൻസിനോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ അടക്കമുള്ള ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരു സെക്കൻഡ് ലിസ്, ഈ വേവിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതിന് പ്രശാന്തും യോഗേന്ദ്രയും പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടി, എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. പ്രശാന്ത് പറയുകയായിരുന്നു, മാധ്യമപ്രവർത്തകർ, ടെലിവിഷൻ ജേർണലിസ്റ്റുകളായാലും പ്രിന്റിന്റെ ആയാലും ആദ്യം തന്നെ കരുതുകയാണ് ഈ 400 പാറൊക്കെ കേൾക്കുമ്പോൾ 370 ഒറ്റയ്ക്ക് BJPക്ക് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ വലിയ വേവ് ഉണ്ടാകുമെന്ന്. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോൾ അത് കാണാത്തപ്പോൾ അവരുടെ മോഹഭംഗം നേരെ തിരിയുകയാണ്, ഇങ്ങനെയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് പ്രശാന്ത് കിഷോർ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ആയിരുന്നു അതുണ്ടായില്ല, അപ്പോൾ നിങ്ങൾ നേരെ തിരിച്ചൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നുവെന്ന്. യോഗേന്ദ്ര യാദവിൻ്റെ വാചകങ്ങൾ ഞാൻ പറയാം. രണ്ടുപേരും രണ്ട് ഭാഗത്തെപ്പറ്റി പ്രതിനിധീകരിച്ച് പ്രതികരണം നടത്തിയവരാണല്ലോ. പക്ഷേ ഈ കാര്യത്തിൽ അവർ ഒരേപോലെയാണ്. ഇറ്റ്സ് എ വേവ്ലെസ് ഇലക്ഷൻ, മോസ്റ്റ് ഇലക്ഷൻസ് ആർ വേവ്ലെസ്. എന്നിട്ട് യോഗേന്ദ്ര പറയുന്നുണ്ട് 77 89 നമ്മളിപ്പോൾ പ്രതീക്ഷിക്കേണ്ട എന്ന്. അങ്ങേക്ക് തുടരാം. തീർച്ചയായിട്ടും യോഗേന്ദ്ര യാദവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഞങ്ങളുടെ ഓഫീസിൽ അദ്ദേഹം ഒരു ഇൻഫോർമൽ ചാറ്റിന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരും ഒരു വേവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. സ്വാഭാവികമായിട്ടും ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഞങ്ങൾ 400 കവിയും ഞങ്ങളുടെ പാർട്ടി തന്നെ 370 കവിയും അതിനുശേഷം ഞങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ടും ഒരു വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരാനായിട്ടും റെക്കോർഡ് വിക്ടറി ഉണ്ടാക്കാനായിട്ടുമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തേണ്ട കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഒരു വേവ് പ്രതീക്ഷിക്കാതെ തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് പോകുന്നത്? പ്രശാന്ത് കിഷോർ പ്രതീക്ഷിച്ചില്ലേ? അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് വരാം, അതില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ന്യൂസ് 24 അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളോട് എക്സിറ്റ് പോള് എല്ലാ ഫേസും കഴിയാതെ പ്രസിദ്ധീകരിക്കണ്ട എന്ന് പറയുന്നത്? അതേ കാര്യം എക്സിറ്റ് പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ രണ്ട് ആൾക്കാരും, ഞാനിപ്പോൾ രണ്ടുപേരെയും രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണ്. പ്രശാന്ത് കിഷോറിന്റെ ഈ ഇലക്ഷനെ പറ്റിയുള്ള സോക്കോൾ പ്രവചനങ്ങൾ എങ്ങനെയാണ് ഇലക്ഷനെ ബാധിച്ചിരിക്കുന്നത്? അതൊരു നെറേറ്റീവ് മാറ്റാനല്ലേ? അപ്പോൾ വലിയ വിശ്വാസമുള്ളത് കൊണ്ടല്ല, വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. നമുക്ക് UPയിലേക്ക് മാത്രം തിരിയാം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ബെൽവെദർ സ്റ്റേറ്റിൽ നിന്ന് ഒരു തരത്തിൽ പറയാവുന്ന സ്റ്റേറ്റാണ് UPയിൽ 75-80 എന്നാണ് BJPക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ UPയിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും തെരഞ്ഞെടുപ്പ് കോൺസ്റ്റിറ്റ്യുവൻസി ബൈ കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഇപ്പോൾ തീരുമാനിക്കപ്പെടുന്നത്. അതിനകത്ത് ജാതി, നമുക്കറിയാം 2019 UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ട്രാൻസെൻഡഡ് ഓൾ കാസ്റ്റ് ലൈൻസ്. അദ്ദേഹം എല്ലാ ജാതിക്കാർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നേതാവായി ഉയർന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനുണ്ടായതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതില്ല. നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു എന്നല്ല പറയുന്നത്. പക്ഷേ ആൾക്കാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നരേന്ദ്രമോദി നമുക്ക് വേണ്ടി അയക്കുന്ന ഒരാൾക്കും, ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. 2014 ആദ്യം ഒരു മാറ്റത്തിന് വേണ്ടിയും 2019 പ്രതീക്ഷയോടെയും കൂടുതൽ പ്രതീക്ഷയോടെയും നമ്മൾ വോട്ട് ചെയ്തു. പക്ഷെ ഇപ്പോൾ മോദി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്ന പ്രതിനിധി നരേന്ദ്രമോദിയെ പോലെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർക്ക് ഉയരുന്നു. അതൊരു ആസ്പിറേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ അങ്ങ് പറയുന്ന മോദിയുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യം, എല്ലാ വിഭാഗങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന മോദിയുടെ സ്വീകാര്യത ഇപ്പോഴില്ല എന്ന്.
ഇതിപ്പോൾ പ്രശാന്ത് കിഷോർ അതേപ്പറ്റി ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ തന്നെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്, ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ 3 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ മോദിയുടെ സ്വീകാര്യത കുറഞ്ഞതിൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. 2019 ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ളതും 2024 ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ളതുമായ കണക്കെടുക്കുകയാണ് എങ്കിൽ 3 കാര്യങ്ങൾ കാണാം. മോദിയുടെ റാലിയിൽ വരുന്നവർക്ക് സ്റ്റീപ്പ് ഡിക്ലൈൻ എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്, കുത്തനെയുള്ള ഇടിവ് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗൂഗിൾ അനാലിറ്റിക്സ് പ്രകാരം മോദിയുടെ പോപ്പുലാരിറ്റി കുറയുന്നു, സ്വീകാര്യത കുറയുന്നു. 3-ാമത്തെ കാര്യം, ടെലിവിഷൻ ചാനലുകളിൽ മോദി എന്ത് പറഞ്ഞാലും TRP റേറ്റിംഗ് കിട്ടുമെന്നതുകൊണ്ട് മുഴുവൻ പ്രസംഗം കൊടുക്കുമായിരുന്നു, അത് കുറഞ്ഞിരിക്കുന്നു. ഇൻ്റർവ്യൂകൾ നടത്തിയതിൻ്റെ കണക്കുകളും പ്രശാന്ത് കിഷോർ പറയുകയാണ്. അത് ഇപ്പോഴും നടന്നല്ലോ, ഇപ്പോഴും ഇൻ്റർവ്യൂകൾ പല ചാനലുകൾക്കും കൊടുക്കുകയുണ്ടായല്ലോ. 1 മില്യൺ അത് കടക്കുന്നില്ല. മുൻപ് 5 മില്യനാണ് അതിൻ്റെ ഒരു മിനിമം റേഞ്ചിൽ നിന്നിരുന്നത്. പിന്നെ മോദി അക്ഷയ് കുമാർ ആ പ്രധാനപ്പെട്ട ആ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, സവിശേഷമായ ആ ഇൻ്റർവ്യൂ, അത് 75 മില്യൺ വരെ എത്തിയതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇദ്ദേഹത്തിന് ഈ പറയുന്നതെല്ലാം കുറഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു എതിരാളിയുമായി മോദിയെ താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസമാണ് ആ എതിരാളിയുമായി മോദിക്കുള്ളത്. ഇതാണ് പ്രശാന്ത് കിഷോർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് കുറയുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു എതിരാളി വന്ന് കുറയ്ക്കുകയല്ല. 2-ാമത്തെ കാര്യം, യോഗേന്ദ്ര യാദവ് തന്നെ പറയുന്നതാണ്, മോദി വിരുദ്ധതയില്ല. മോദി വിരുദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് 200 സീറ്റെങ്കിലും BJPക്ക് കിട്ടുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ 150-നും താഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ ലിസി പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അതിൽ മോദിക്ക് അനുകൂലമായി പരിഗണിച്ചുകൊണ്ടാണ് പ്രശാന്തിൻ്റെയും യോഗേന്ദ്രയുടെയും നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആക്സെപ്റ്റൻസ് ടെലിവിഷനിൽ അദ്ദേഹത്തിന്റെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പണ്ടൊക്കെ ഒരു വില്ലേജുകളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരുമാതിരിപ്പെട്ട ടീ ഷോപ്പുകളിലും ചെറിയ കടകളിലും വീടുകളിൽ പോലും നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ, ഞാനിപ്പോൾ 5 സംസ്ഥാനത്ത് യാത്ര ചെയ്തു. ഓരോ സംസ്ഥാനത്ത് ഒരാൾ പോലും നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുന്നത് അത് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സെറ്റിലോ അല്ലെങ്കിൽ കടയിലിരിക്കുന്ന ടെലിവിഷൻ സെറ്റിലോ നരേന്ദ്രമോദിയുടെ പ്രസംഗം കാണുന്നത് ഞാൻ കണ്ടില്ല. തീർച്ചയായിട്ടും ധ്രുവരാത്തിയെ പോലെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ കൂടുതൽ ഇത്. അതും മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എല്ലാ ദിവസവും ഒരാളെ തന്നെ കാണുക, എല്ലാ ദിവസവും ഒരാളുടെ തന്നെ പ്രസംഗം കേൾക്കുന്നതിനോട് സ്വാഭാവികമായിട്ട് മനുഷ്യന് ബോറാവും. അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി എന്ന നേതാവിനോടുള്ള അവരുടെ വിരക്തിയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അപ്പുറത്തെ സൈഡിൽ, ഒപ്പോസിഷൻ സൈഡിൽ അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാനായിട്ട് ഈക്വലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലി ഒരു ഫേസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ എനിക്കറിയാം നല്ലൊരു പ്രതിപക്ഷം, അതായത് ഇപ്പോൾ ഇന്ന് എന്നോട് ഒരു BJP നേതാവ് ഉത്തർപ്രദേശിൽ നിന്ന് സംസാരിച്ചതാണ്, പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹമാരെ ലിയെ ബോത്ത് നുക്സാൻ കർത്തേത്തെ, നമ്മൾക്ക് വലിയ നഷ്ടമായേനെന്ന് അവർ പറഞ്ഞു. അതായത് ഒരു നേതാവിനെ, നമുക്ക് എല്ലാ രാജ്യത്തും ഉള്ള ഒരു ഇതാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഈ ഡെമോക്രസി മാത്രമല്ല, നമുക്ക് ഒരു നേതാവിനെ നമുക്ക് സംബഡി ഹൂ വിൽ ക്യാപ്ചർ യുവർ ഇമാജിനേഷൻ എന്ന് നമ്മൾ പറയും. ആ ഒരു നേതാവ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഫാക്ടർ, BJPക്കുള്ള അനുകൂലമായിട്ട് ഇത് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ടിന ഫാക്ടറാണ്. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. അതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ വിരുദ്ധം ഈ 5 സംസ്ഥാനത്ത് യാത്ര ചെയ്തിട്ടും ഒരാൾ പോലും നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചിട്ടില്ല. BJP എന്നുള്ള പേരോ BJPയുടെ കാൻഡിഡേറ്റിന്റെ പേരോ അവർ പറയില്ല. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കില്ല. മോദിയും പത്മ, അല്ലെങ്കിൽ അത് ഒഡീസയിലൊക്കെയാണ് പത്മ എന്ന് പറയുന്നത്. ബി ഗോപാലകൃഷ്ണനിലേക്ക് കൊണ്ടു പോകേണ്ടതുണ്ട്. ലിസ് പറഞ്ഞത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2014 മോദി ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയായിരുന്നു, 2019 ട്രസ്റ്റ് അഥവാ വിശ്വാസ്യതയായിട്ടത് മാറി. പക്ഷേ 2024 മോദിയോട് വിരോധമില്ല, പക്ഷേ മോദിക്ക് ബദലായി ആരുമില്ല എന്ന് പറയുന്നതാണ് അവരെ മോദിയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ ചേർന്ന് നിന്നവരെ അവിടെ നിന്ന് മറ്റെവിടേക്കും പോകാതെ നിലനിർത്തുന്നത് എന്ന ഘടകമാണ് ഈ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പ്രശാന്ത് കിഷോറിൻ്റെയും യോഗേന്ദ്ര യാദവിൻ്റെയും ഒക്കെ കണക്കുകളും അതിനെ അവരാധാരമാക്കി നടത്തിയ വിലയിരുത്തലുകളും എല്ലാം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. ഏതാണ് കൂടുതൽ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും യോഗേന്ദ്ര യാദവിനോട് അങ്ങ് വിയോജിക്കും. പക്ഷേ പ്രശാന്ത് കിഷോർ പറയുന്ന അത്രയും അനുകൂലമായ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? ഞാൻ ഈ 2 കാൽക്കുലേഷനെയും കാര്യമായി എടുക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് നല്ല കൺവിക്ഷൻ ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക്.
ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ പാർട്ടിയുടെ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 2014 അതൊരു സ്വപ്നമായിരുന്നു മോദി. 2019 മോദി ഒരു അഭിലാഷമായിരുന്നു. 2024 മോദി പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയുടെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ 370 സീറ്റ് ഞങ്ങൾ നേടും എന്ന് ഞങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഹാലൂസിനേഷനിൽ പല ആളുകളും പലതും പറയുന്നുണ്ട്. പ്രശാന്ത് കിഷോർ ഇതിനു മുമ്പ് സംസാരിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 2014 എന്താണ് യോഗേന്ദ്ര യാദവ് സംസാരിച്ചത് നമുക്കറിയാം. 2019 എന്താണ് യോഗേന്ദ്ര യാദവ് സംസാരിച്ചത് നമുക്കറിയാം. 2021 ഇപ്പോൾ ഈ സമീപ സമയത്തെ 2023 മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞത് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. യോഗേന്ദ്ര യാദവ് എന്താ പറയുന്നത്? BJPക്ക് വോട്ട് ചെയ്യുന്ന ഇഡിയറ്റ്സ്, അദ്ദേഹം ഉപയോഗിച്ച വാക്കാ. ഇദ്ദേഹമാണ് സഫോളജിസ്റ്റ്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ദേ ആർ ഇഡിയറ്റ്സ്, ദേ ആർ ആൻറ്റി ഇന്ത്യ, ദേ ആർ ഇഡിയറ്റ്സ് എന്നാണ് പറയുന്നത്. ഞാൻ മറ്റൊരു കണക്ക് താങ്കളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3-ാം ഊഴത്തിലും ഭൂരിപക്ഷം നേടുക, അത് 370 ആണോ 324 ആണോ 336 ആണോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. അത് 400 ആണോ 400 കവറിയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. നമ്മളൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. 3-ാം ഊഴത്തിലും ഒരു സീറ്റ് കൂടുതൽ കിട്ടി ഭരിക്കുക എന്ന് പറയുന്നതാണ് ഒരു പാർട്ടിയുടെ അഭിമാനവും ആഭിജാത്യവും. അപ്പോൾ നിങ്ങൾക്ക് 370 ഇല്ലെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രാറ്റജിയാണ്. പാർട്ടിയുടെ സ്ട്രാറ്റജി. ഒറ്റ സെക്കൻഡ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ എന്നോട് സഹകരിക്കണം. ആ പാർട്ടി സ്ട്രാറ്റജി അടക്കമുള്ള കാര്യങ്ങൾ അങ്ങ് വിശദീകരിക്കും. എനിക്ക് 8:30 ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങയിലേക്ക് തന്നെ വേഗം വരാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് തുടരാം. 370 നിങ്ങളുടെ പാർട്ടിയുടെ തന്ത്രമായിരുന്നു. അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയെ നമുക്ക് തന്ത്രം എന്ന് തന്നെ ഉപയോഗിക്കാം. അതൊരു സ്ട്രാറ്റജിയാണ്. 370 എന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവം ഇന്ത്യയിലെ BJP പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാവണം, ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കുണ്ടാവണം. ആ 370 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370യുമായി കണക്ട് ചെയ്തതാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി BJP അധികാരത്തിൽ വരും. അതിൻ്റെ ആവശ്യമുള്ളല്ലോ. വി വിൽ ബി ഡെഫിനറ്റ്ലി കം ടു ദ പവർ. അത് ഇപ്പം നിങ്ങൾ യോഗേന്ദ്ര യാദവിൻ്റെയും അതേപോലെ പ്രശാന്ത് കിഷോറിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. പ്രശാന്ത് കിഷോർ പറയുന്നു, അദ്ദേഹത്തെ എതിർക്കുന്നവരോട് അദ്ദേഹം പറയുന്നു ജൂൺ 4-ന് ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും, വെള്ളം കുടിച്ചത് ശരീരത്തിന് നല്ലതാണെന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. BJPയെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണല്ലോ രാജ്ദീപ് സർദേശായി. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? വേണു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നു BJP കംഫർട്ടബിളി വിന്നിങ് ദ 2024 ലോക്സഭ ഇലക്ഷൻ. രാജ്ദീപ് സർദേശി പറയുന്നത്, ഐ ഡിഡ്ന്റ് സീ ദ ഓപ്പോസിഷൻ മേക്ക് എനി ഇമ്പാക്റ്റ് നാഷണലി. ദേ മേ വിൻ എ സ്മോൾ പോക്കറ്റ്സ് ബട്ട് ഡോണ്ട് സീ എ നാഷൻ വൈഡ് സ്വിങ്. രാജ്യം എവിടെയും എപ്പോഴാണ് രാജ്യത്തെ എല്ലായിടത്തും ഒരു സ്വിങ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖിക സ്വിങ് കണ്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണത്. എന്താ കാരണം? ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്തത് കൊണ്ടാണ്. മിസ്റ്റർ വേണു, താങ്കൾ പറഞ്ഞ പോലെ 2014 ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. താങ്കളുടെ മറ്റൊരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2014 അതിശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. 2019 ഒരു ദേശീയ വികാരം ഉണ്ടായിരുന്നു. 2024 സംബന്ധിച്ചിടത്തോളം ആന്റി ഇൻകംബൻസി. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി എന്തുകൊണ്ട് പരിഭ്രാന്തനായി വർഗീയ വിദ്വേഷ പ്രചാരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു? അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, 400 പാർ പിന്നീട് പറയാതിരുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോർ തിരികൊളുത്തി വിട്ടതിന് തൊട്ട് പിന്നാലെ വീണ്ടും യോഗി പറയുന്നു, ഇപ്പോൾ വീണ്ടും ആത്മവിശ്വാസത്തോടെ മോദി പറയുന്നു. അതെന്തുകൊണ്ട്? അത് എനിക്ക് തോന്നുന്നു താങ്കളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാ സമയത്തും നരേന്ദ്രമോദിയുടെ എല്ലാ സ്പീച്ചിലും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരേ ആശയമാണ്. അത് BJPയുടെ തീരുമാനമാണ്. ഇറ്റ് ഈസ് അവർ ഡിസിഷൻ. ഞങ്ങളുടെ ഡിസൈനാണെന്ന് നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ തെറ്റ് പറയില്ല. ഇറ്റ് വാസ് അവർ ഡിസൈൻ, ഇറ്റ് വാസ് അവർ സ്ട്രാറ്റജി. അത് 400 എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് 400-ലാണ്. അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ഒരിക്കലും ഞങ്ങൾ മാറ്റില്ല. പിന്നെ താങ്കൾ ചോദിച്ച നല്ലൊരു ചോദ്യമുണ്ട്,
എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ഫേസ് രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ വിദ്വേഷം വന്നത്? ഞാൻ അതിനു മുമ്പ് ഈ രാജ്ദീപ് സർദേശായിയുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരാളുടെ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. അത് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇന്ത്യയിലേക്ക് ആളുകളെ വിട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മിസ്റ്റർ ബ്രഹ്മർ, ആ ബ്രഹ്മറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കംഫർട്ടബിൾ മെജോറിറ്റി എബവ് 303. അദ്ദേഹം പറയുന്നത് 305 സീറ്റെങ്കിലും മിനിമം കിട്ടും, ഏറ്റവും കുറവ് എന്ന്. പൊളിറ്റിക്കൽ അനാലിസിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ബ്രഹ്മർ ഫ്രം US, അവരുടെ ടീം വന്ന് പഠിച്ചിട്ടാണ്. ഇന്നത്തെ നല്ലൊരു വാർത്തയാണത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കംഫർട്ടബിൾ മെജോറിറ്റി BJP സെക്യൂർ ചെയ്യും. അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. കർണാടകയിൽ കുറയുമോ, തെലങ്കാനയിൽ കൂടുമോ, ഹരിയാനയിൽ കുറയുമോ, അല്ല, ഞാൻ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയണമല്ലോ. അപ്പോൾ ആ ചിന്തയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പക്ഷേ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്. ഒന്നാം ഫേസിൽ കൃത്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ചാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിൽ വന്ന് വേണുവിനറിയാലോ 4 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഈ 4 യോഗങ്ങൾ കേരളത്തിൽ പങ്കെടുത്തത് എവിടെയെങ്കിലും ഏറ്റവും കൂടുതൽ ആ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കേണ്ട സ്ഥലമാണ് കേരളം. ആ എവിടെയെങ്കിലും ഫസ്റ്റ് ഫേസിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയോ? ഇല്ല. നരേന്ദ്രമോദിയുടെ പ്രസംഗം എല്ലാ സ്ഥലത്തും ഫസ്റ്റ് ഫേസിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള വികസനമായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ ചിന്തിക്കണം. താങ്കൾ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെപ്പറ്റി പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയണം. ഇവിടെ മലപ്പുറത്ത് പോയിട്ട് പിണറായി വിജയൻ പറഞ്ഞു മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരാണ്. ഇന്ത്യയിൽ നടന്ന് മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ OBCയെ ഉയർത്തി കാണിച്ചു. എന്നിട്ട് ആ OBC ഉയർത്തി കാണിച്ച് ആ OBCയുടെ കാര്യം പറഞ്ഞ് ഒരു BJPക്ക് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോമിനെ വിഭജിക്കുവാനുള്ള ശ്രമം നടത്തി. അവരാരും വികസനം പറഞ്ഞില്ല. നരേന്ദ്രമോദി ഡെലിവറി നടത്തിയിട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് ഞാൻ വേണുവിൻ്റെ മുമ്പിൽ വെക്കാം. നരേന്ദ്രമോദി പാവങ്ങൾക്ക് ഡെലിവറി നടത്തിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഭരണം വികസനം കൊണ്ടുവന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഡെലിവറി നടന്നിട്ടില്ല എന്ന വാദമുണ്ടോ? ഇല്ല. 2ാം ഫേസിൽ 1ാം ഫേസിൽ തന്നെ OBCയും ജാതിയും മതവും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും സംഘടിത ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ CAA ഉപയോഗിച്ചപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി വന്നു. 1 മണിക്കൂർ പ്രസംഗത്തിൽ 5 മിനിറ്റ് ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. ശ്രീ ഡോക്ടർ G. ഗോപകുമാർ, ഇവിടെ ഈ പറയുന്ന BJPയുടെ തന്ത്രമായിരുന്നു ഈ 370 400 പാർ. ശരി, ഒരു തന്ത്രമാണ്. പക്ഷേ ജനവിധി വരുന്നത് സ്വഭാവം കാണണമല്ലോ. ജനങ്ങൾക്കും ഒരു മറുതന്ത്രമുണ്ടല്ലോ. അത് കണ്ടപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നി? ഇപ്പോൾ ഈ പ്രശാന്ത് കിഷോറൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ പോളിംഗ് ഉയരുകയോ താഴുകയോ ചെയ്യാം, പക്ഷേ ഇപ്പം അങ്ങൊരു തെരഞ്ഞെടുപ്പ് വിദഗ്ധം കൂടെയാണല്ലോ, ശാസ്ത്രീയമായി അത് ആർക്കെങ്കിലും അനുകൂലമാണ് അല്ലെങ്കിൽ എതിരാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഡേറ്റ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. ശാസ്ത്രീയമായി ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നിഷ്കളങ്കമായി തള്ളേണ്ടതാണോ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്? എന്ന് മാത്രവുമല്ല, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി വികസനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഈ OBCയുടെ കാര്യവും മുസ്ലിങ്ങൾ 2ാം പൗരന്മാരാകുകയും ചെയ്യുമെന്ന് പ്രതിപക്ഷം പറഞ്ഞതിനാൽ നിർബന്ധിതനാവുകയായിരുന്നോ മോദി? ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഇവരുടെ പ്രകടന പത്രികയിൽ 67 സ്ഥലത്താണ് മോദി എന്ന വാക്ക് വരുന്നത്. എല്ലാം ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുകയല്ലേ. അപ്പോൾ എതിർവാദം മറ്റു രൂപത്തിലായിരിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ലേ? അപ്പോൾ എതിർവാദം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുതിയ തന്ത്രം ഇവർ മെനയുകയാണോ ചെയ്തത്? അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രചാരണത്തെ നയിച്ചത് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകില്ലേ ഈ പറയുന്ന B. ഗോപാലകൃഷ്ണന്റെ വാദഗതി? പ്രശാന്ത് കിഷോർ പറഞ്ഞ കാര്യം ഞാനും ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് പോളിംഗ് റേറ്റ് കുറയുന്നതോ കൂടുന്നതോ അത് ഏതെങ്കിലും ഒരു തരംഗത്തിൻ്റെ ഭാഗമാണ്, ആൻറ്റി ഇൻകംബൻസിയുടെയോ അനുകൂല തരംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ, കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ആ പറയുന്നതിനകത്ത് സത്യമുണ്ട്, വസ്തുതയുണ്ട്. കാരണം കേരളത്തിൽ തന്നെ നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ മറിച്ച് കാണിക്കാനുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ CSDSൻ്റെ സർവേ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വന്നതിനകത്ത് മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം 22%. അപ്പോൾ മോദിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇലക്ഷനായിട്ട് അത് വരുമെന്ന് നമ്മൾ എല്ലാ പേരും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പോളിംഗ് വന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
ഇപ്പോൾ ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയും, പൊളിറ്റിക്കൽ സയൻസിൽ ഞങ്ങളിതിനെ പറയും ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചാർ സോ പാർ. അങ്ങനെ ഒരു തരംഗമുണ്ടാക്കുമ്പോൾ ആ തരംഗത്തിനനുസരിച്ചുള്ള പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. ആ നിലയ്ക്കുള്ള പോളിംഗ് വർധനവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലും BJPക്ക് നല്ല ബേസുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോളിംഗ് വർദ്ധിച്ചില്ല, 19 പോലെ വർദ്ധിച്ചില്ല. ഇതുകൊണ്ട് പോളിംഗ് ശതമാനം തീരെ കുറവാണെന്നുള്ളൊരർത്ഥത്തിലല്ല, ഒരു 65% എന്തായാലും കൺക്ലൂഷനിൽ നമുക്ക് കിട്ടും, രാജ്യത്തൊട്ട് കിട്ടും. അത് മോശമാണെന്നല്ല പറയുന്നത്, മറ്റ് ചില ഫാക്ടേഴ്സ് കൂടെ ഉണ്ട് പോളിംഗ് കുറയുന്നതിനകത്ത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വൻ തരംഗം കാണുന്നില്ല, മോദി തരംഗം കാണുന്നില്ല. ആ മോദി തരംഗം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും പറയാം, അനുകൂല തരംഗവും കാണുന്നില്ല, വിരുദ്ധ തരംഗവും കാണുന്നില്ല. അങ്ങനെ പറയുമ്പോൾ പോളിംഗ് ശതമാനം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അത്തരത്തിലൊരു ട്രെൻഡാണെങ്കിൽ അത് തീർച്ചയായിട്ടും BJPക്ക് ആശങ്ക ഉളവാക്കി. അതിനുശേഷം ക്യാമ്പയിൻ വിപ്പപ്പ് ചെയ്തു. ആ ക്യാമ്പയിനൊരു സ്പിരിറ്റ് കൂടി, ആ സ്പിരിറ്റ് കൂടി ക്യാമ്പയിനകത്ത് തെരഞ്ഞെടുപ്പിന് അതുവരെ ഉപയോഗിച്ചിരുന്ന ആ ഡിസ്കോഴ്സും ആ ഭാഷ്യവും നറേറ്റീവും മാറി എന്നുള്ളത് വസ്തുതയാണ്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഗവൺമെൻറ് തന്നെ നടത്തിയ പരസ്യ പ്രസ്താവന, പാർട്ടി പ്രസ്താവന, പാർട്ടിയിൽ കൂടി വന്ന പ്രസ്താവന, കുഞ്ഞുങ്ങൾ പോലും വീട്ടുകളിൽ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ മോദിക്ക് ഗ്യാരണ്ടി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ലിസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഈ എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ ഏറ്റവും ഒടുവിൽ 1-ാം തീയതി വൈകിട്ടേ വിടാവൂ എന്ന് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഈ പ്രശാന്ത് കിഷോറിൻ്റെത് കണ്ടു, നമ്മൾ ഈ പറയുന്ന യോഗേന്ദ്ര യാദവിൻ്റെത് കണ്ടു, നമ്മൾ ഈ പ്രദീപ് ഗുപ്തയുടെയും കണ്ടില്ലേ, ആക്സിസ് മൈ ഇന്ത്യയുടെ ആൾ, ഏറ്റവും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നയാൾ. ഇപ്പോൾ രാജീവിൻ്റെ പേര് പല ആവർത്തിയാണ് B. ഗോപാലകൃഷ്ണൻ ഇവിടെ ഉദ്ധരിച്ചത്. രാജീവ് ഇരിക്കുന്ന ആ കോൺക്ലേവിൽ പ്രദീപ് ഗുപ്ത പറയുന്നത് എൻ്റെ വായ അടപ്പിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് 1-ാം തീയതി മാത്രമേ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയൂ. അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഞാൻ കൃത്യമായി പറയും എന്ന ആത്മവിശ്വാസത്തോടെ പ്രദീപ് ഗുപ്ത പറയുകയും ചെയ്യുന്നു. അവിടെയാണ് ബോധപൂർവമായ ആ നിശബ്ദത എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ലിസ് മാത്യുവിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം അതിൻ്റെ പോളിംഗിൻ്റെ കൃത്യമായ കണക്കുകൾ വരുന്നത് 11 ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ഘട്ടത്തിൻ്റേത് 4 ദിവസം കഴിഞ്ഞ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ല. 52-ലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഇത്രയും കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ ഈ കാലാവധി എടുക്കുകയുണ്ടായോ ഗോപകുമാർ സാർ? ഇവിടെ ഇപ്പോൾ EVM-ൻ്റെ മഹത്വമല്ലേ ഇലക്ഷൻ കമ്മീഷൻ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ 11 ദിവസവും 7% വോട്ടെടുപ്പിലെ വ്യത്യാസത്തിൻ്റെ കണക്കുകളും വരുന്നത് അല്ലേ? അതെന്തുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലായി മാറുന്നു? പിന്നെ അങ്ങീ പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ ഹിന്ദുത്വം എടുത്തങ്ങ് പയറ്റിയെന്ന്. ഒറ്റ സെക്കൻഡ് സാർ, പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, 2014 എക്സെപ്ഷനാണ്, അതൊഴിച്ചാൽ അതിന് മുൻപും അതിനുശേഷവുമുള്ള മോദി ഇതെപ്പോഴും പയറ്റിയിട്ടുണ്ട് എന്ന്. അങ്ങയുടെ മറുപടി? തീർച്ചയായിട്ടും ഈ താങ്കൾ പറഞ്ഞ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുകയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണമായിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ എത്ര പ്രാവശ്യം പോളിംഗ് ശതമാനം മാറ്റി പറഞ്ഞു. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുകയും ഡേറ്റ കുറച്ചുകൂടി ഡിജിറ്റലായിട്ടും ടെക്നോളജിക്കലായിട്ടും ഫാസ്റ്റായിട്ട് തരാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാം, അതിനപ്പുറം ഒരു ന്യായവുമില്ല. ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ നിങ്ങൾ പോളിംഗ് നടത്തിയെന്ന് പറഞ്ഞോട്ടെ, പുറത്ത് നിൽക്കുന്നവർക്ക് സ്ലിപ്പ് കൊടുത്ത്. എന്നാൽ ഞാനും ഇലക്ഷനിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടും മറ്റ് പല ചുമതലകളിലും ഞാനും ഇരുന്നിട്ടുണ്ട്. ഈ ഡേറ്റ ഇന്ന് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും? അടുത്ത ദിവസം ഒരു 10 മണിയാകുമ്പോഴെങ്കിലും എക്സാക്റ്റ് ഡേറ്റ പറയണ്ടേ? അതിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. അതിന് ഭരണകക്ഷിയെയോ പ്രതിപക്ഷത്തിനെയോ പറയേണ്ടതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള സ്ഥാപനം കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് പെരുമാറണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കുറവായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറയും. ഇതിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഭാഷ്യത്തിന്റെ കാര്യത്തിൽ അല്ല യാദൃച്ഛ്യമല്ല, അവരുടെ കഴിവുകേടെന്നേ പറയുള്ളൂ. അല്ലല്ല, അങ്ങനെ നിഷ്കളങ്കമാക്കി മാറ്റണോ അതോ മറ്റൊരു ഗുണഭോക്താവിന് വേണ്ടിയെന്നോ? ഇതിലെ ഗുണഭോക്താക്കൾ ആരാണ്? അതങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം കൂടുതൽ പോൾ ചെയ്യാൻ പോകും എന്നുള്ളൊരു ആവേശത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴായാലും ഡേറ്റ കൊണ്ടുവന്നല്ലേ പറ്റൂ. ആ ഡേറ്റ കൊണ്ടുവരികയും നാളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ നോട്ട വോട്ടുകളും സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടുകളും കൂടെ കൂട്ടിച്ചേർത്ത് രാജ്യത്തുള്ള മൊത്തം പോളിംഗ് ശതമാനം എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രതിക്കൂട്ടിൽ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ ആവില്ലേ ഒരു വലിയ കള്ളം കാണിച്ചാൽ? അതുകൊണ്ട് അതിന് ആ നിലയ്ക്കല്ല, കഴിവുകേടെന്നുള്ളത് ഞാൻ പറയും. ഈ കഴിവുകേടിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നേതാക്കന്മാർ പറഞ്ഞ നറേറ്റീവിനകത്ത്, ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പറഞ്ഞ കാര്യങ്ങളിൽ, അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാം തീയതി വരെ മിണ്ടരുതെന്ന് പറയുന്നതോ അത് ആർക്ക് വേണ്ടിയാണ്?
അതിലേക്ക് പറയാം. അല്ല അതിലേക്ക് പറയാം. ഈ എക്സിറ്റ് പോള് ഞങ്ങളൊക്കെ ഒരുപാട് ഇലക്ഷൻ സ്റ്റഡീസും പോൾസും ഒക്കെ നടത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോള് റിസൾട്ടിന് വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു ഡേറ്റയാണ്. മറ്റേത് സർവേയേക്കാൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എക്സിറ്റ് പോൾ ഡേറ്റയാണ്. കാരണം ചൂടപ്പം പോലെ വോട്ടും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഒന്നുകിൽ പോളിംഗ് സ്റ്റേഷൻ്റെ പ്രൊമൈസസിലോ അതല്ലെങ്കിൽ അന്ന് തന്നെ അവർ വീട്ടിലോ ചെന്ന് കാണുകയാണ്. അവിടെ തന്നെ ഒരു സാമ്പിളും ഉണ്ട്. അതിൻ്റെ മെത്തേഡൊക്കെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ആ സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ പറയാൻ പറ്റും? 7 തവണ എത്ര ഘട്ടമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത്തരം അതാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കഴിവുകേടെന്ന് പറഞ്ഞത്. ഇതിനു മുമ്പൊക്കെ ഇലക്ഷൻ നടന്നിട്ടില്ലേ? 52 തൊട്ടുള്ള കഥ താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഘട്ടമാക്കി മാറ്റി? ഈ ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിലും എക്സിറ്റ് പോൾ കൊടുക്കാൻ പറ്റുമോ? നാച്ചുറലി അത് സ്വാധീനിക്കും. അവസാന ഘട്ടമാണ് വാരണാസി പോളിംഗ്. അപ്പൊ എല്ലായിടവും മോദിക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ 7 ഘട്ടം 7ാമത്തെ ഘട്ടത്തിൽ വാരണാസി. അല്ല അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനും ഭരണകക്ഷിയും കൂടെ ചേർന്നൊരു കളി കളിച്ചു എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അല്ല, സംശയങ്ങൾ കിടനിൽക്കുന്ന പ്രവൃത്തികൾ വരുന്നു എന്നതാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടത് നമുക്ക്. എങ്ങനെയാണ് ലവാസ എടുത്ത നിലപാട്, അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്, ഇപ്പോ പേര് പോലും ഒരിടത്തും പരാമർശിക്കാതെ നദ്ദയ്ക്കും ഈ പറയുന്ന ഖാർഗെയ്ക്കും സമാസമം ഒരു തിട്ടൂരം കൊടുത്തത്, അതൊക്കെ പോട്ടെ. ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1-ാം തീയതി വരെ എക്സിറ്റ് പോൾ വരരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ചുരുക്കം വാക്കുകളിൽ ഗോകുമാർ സാർ. അത് പറയുന്നത് വളരെ സിമ്പിളാണ് വേണു, അത് മനസ്സിലാക്കൂ. എക്സിറ്റ് പോൾ റിസൾട്ട് വന്നാൽ റിസൾട്ട് സ്വാധീനിക്കും. അപ്പം ഘട്ടമായിട്ട് വരുന്ന റിസൾട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഫ്രാക്ചേർഡ് വേർഡിക്റ്റ് ഇല്ല വേണുവിൻ്റെ തെറ്റിദ്ധാരണയാണ്. എക്സിറ്റ് പോൾ റിസൾട്ട് ഇലക്ഷൻ അവസാനത്തെ വോട്ടും ചെയ്തതിന് ശേഷമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവസാനത്തെ പോളും ഇട്ട് അന്ന് വൈകുന്നേരമേ എക്സിറ്റ് പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ ഓരോരോ ഘട്ടം കഴിയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അതെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മറിച്ച് മറ്റാരും എലിസ് മാത്യു ഒക്കെ പറയട്ടെ, മറിച്ചാണെങ്കിൽ ഞാനത് സമ്മതിച്ചു തരാം. എൻ്റെ അറിവിലില്ല. ശരി, ഒറ്റ സെക്കൻഡ് ലിസ് വേഗം. എനിക്ക് ശരിക്കും പോകേണ്ടത് നൗഷാദിലേക്കാണ്. ലിസ് വേഗം ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ലിസ്. ഗോപകുമാർജി പറഞ്ഞത് ശരിയാണ്. ആദ്യത്തെ കുറെ സമയം എക്സിറ്റ് പോൾ പുറത്തു വരുമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് അടുത്ത ഫേസിൽ വോട്ടർമാരെ സ്വാധീനിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഗോപകുമാർ സാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതുവരെ ഗോപകുമാർ സാർ പറഞ്ഞത് ഒരു ഘട്ടത്തിലും എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിട്ടില്ല പൂർണ്ണമാകാതെ. ഇല്ല ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നേ. ആദ്യകാലത്ത് പ്രസിദ്ധീകരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് മനസ്സിലായി മറ്റു ഘട്ടങ്ങളെ സ്വാധീനിക്കും എന്നുള്ള അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മറ്റു ഘട്ടങ്ങളെ സ്വാധീനിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. എക്സിറ്റ് പോൾ കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സെഫോളജിസ്റ്റായ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം എന്തുകൊണ്ടാണ് എല്ലാ ചാനലുകളിലും പ്രദർശിപ്പിക്കുന്നത്? അതൊരു നറേറ്റീവ് സെറ്റ് ചെയ്യാനല്ലേ എക്സിറ്റ് പോളിന്റെ അസാന്നിധ്യത്തിൽ? ഇതിന്റെ രണ്ടിന്റെയും എഫക്റ്റ് ഒന്നല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ശരിയാണ്, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. ഗോകുമാർ സാർ, ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇതിനൊക്കെ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളോടെ ഉള്ളതാണ്. അതിന് വ്യക്തമായ മറുപടി ഉണ്ട് വേണു വ്യക്തമായ മറുപടി ഉണ്ട്. മറുവശത്തൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ മറ്റാൾക്കാരുണ്ടല്ലോ, യോഗേന്ദ്ര ഉൾപ്പെടെ മറ്റാൾക്കാരുണ്ടല്ലോ, കൗണ്ടർ നറേറ്റീവ് ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്താണ്? സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മീഡിയ ഉള്ള യുഗത്തിൽ ഒരാൾക്കും മൊണോപ്പൊളൈസ് ചെയ്യാൻ പറ്റില്ല, നറേറ്റീവിനെ മൊണോപ്പൊളൈസ് ചെയ്യാൻ പറ്റില്ല. പ്രശാന്ത് കിഷോറിനുള്ള ക്രെഡിബിലിറ്റി യോഗേന്ദ്ര യാദവിന് മറുവശത്ത് കുറച്ച് പേര് വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നല്ലപ്പോൾ ഒരു ബാലൻസ് ഉണ്ടായില്ലേ? ഇപ്പം നമ്മൾ നടത്തുന്ന ചർച്ച പോലും അക്കാഡമിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചർച്ച നടക്കുന്നതുകൊണ്ട് ഡോണ്ട് യു തിങ്ക് ഇത് തോന്നുന്നില്ലേ വേണു? നാളെയാണ് ഇലക്ഷൻ എങ്കിൽ കേരളത്തിൽ ഈ ചർച്ച അതും സ്വാധീനിക്കില്ലേ? ദിവസവും ടെലിവിഷൻ ചർച്ചകൾ നടത്തുമ്പോൾ അത് സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും സ്വാധീനിക്കും. നമ്മുടെ അഭിപ്രായത്തിനും ഒരു വെയിറ്റ് ഇല്ലേ? അത് പ്രശാന്ത് കിഷോറിന് മാത്രമായിട്ട് എന്തിനാ കൊടുക്കുന്നത്? ശരി, അതുകൊണ്ടൊരു ബാലൻസ് ഉണ്ട്. വളരെ വേഗം ലിസ് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അങ്ങനെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണോ ഈ പറയുന്ന പ്രശാന്ത് കിഷോറിന് തുല്യമായി യോഗേന്ദ്ര യാദവും കൂടെ വരുമ്പോൾ സംഭവിക്കുന്നത്? ഞാൻ രണ്ടു കൂട്ടരുടെയും കാര്യമാണ് ചോദിച്ചത്. ഈ എക്സിറ്റ് പോൾ നിഷേധിക്കുന്ന അതേ ഇമ്പാക്ട് തന്നെയല്ലേ ഇവരുടെ പ്രസ്താവനകൾക്ക് ഉള്ളത്? നറേറ്റീവ് സെറ്റ് ചെയ്യാനാണ് എന്നുള്ള പോയിന്റിനെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡ്രൈവ് ഹോം ദാറ്റ് പോയിന്റ്.
പക്ഷെ അങ്ങനെയെങ്കിൽ യോഗേന്ദ്ര യാദവിന്റെ നിരീക്ഷണങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാണ്, അതും ഒരു നറേറ്റീവാണ്. ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകാനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. യോഗേന്ദ്ര അല്ലാതെ യാദവ് അദ്ദേഹം ആരെ ഉത്ബോധിപ്പിക്കാനാണ് സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? യോഗേന്ദ്ര യാദവ് അവരുടെ പ്രസ്താവനകൾ മുതൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ അവർ പൊളിറ്റിക്കൽ നേതാക്കന്മാര്, ഇന്ത്യ അലയൻസിന്റെ പൊളിറ്റിക്കൽ നേതാക്കന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി 180 എന്ന് പറഞ്ഞു, അദ്ദേഹം 220 എന്ന് പറഞ്ഞു. തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ പ്രശാന്ത് കിഷോറിനെ ആദ്യം ഉപയോഗിച്ചത് BJP ആണ്. ശരി, പക്ഷെ ഒറ്റ കാര്യം കൂടി ലിസ്, ഈ പ്രശാന്ത് കിഷോർ ഈ പറയുന്ന വടക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന മേഖല എടുത്തുകൊണ്ട്, അതായത് ഈ പറയുന്ന ബീഹാർ, ബംഗാൾ, ആസാം, ഒറീസ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടകയും ഇപ്പുറത്തെടുക്കുന്നു, ഇല്ല കർണാടക ഇല്ലാതെ കേരളം, ഇത്രയും ഭാഗവും എടുത്തു മാറ്റിവെച്ചുകൊണ്ട് പറയുകയാണ് ഇതാണ് തെക്ക് കിഴക്കൻ മേഖല, ബാക്കിയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ വടക്ക് പടിഞ്ഞാറ് മേഖല, അവിടെ 250 സീറ്റ് അതാണ് കിട്ടിയത്. ഇത്തവണ ഒരു 50 കുറഞ്ഞേക്കുമെന്ന്. പക്ഷെ അതിന് ഒരു ഡേറ്റയും പറയുന്നില്ല പ്രശാന്ത് കിഷോർ. അത് ദുരൂഹമല്ലേ? അവിടെ 50 കുറയും, അങ്ങനെ കുറഞ്ഞാൽ തന്നെ ഇപ്പുറത്ത് 50 കിട്ടിക്കോളും, ഇങ്ങനെയാണ് പറയുന്നത്. അല്ല, അദ്ദേഹം ഡേറ്റ വിശദീകരിച്ചില്ലെന്നല്ലേ ഉള്ളൂ. അതായത് ഇപ്പോഴുള്ള BJPയുടെ കണക്കാൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കർണാടകയിൽ കുറച്ച് കുറയും, അത് ഒഡീസ, തെലങ്കാന, ആന്ധ്രയിൽ അത് മേക്കപ്പ് ചെയ്യും. പിന്നെ മറ്റ് രാജസ്ഥാൻ, രാജസ്ഥാൻ, പിന്നെ മറ്റു ഹരിയാന എന്നുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കുറയുന്നത് ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുമെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ കണക്ക്. അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായി, അതായത് BJPയുടെ കയ്യിലും കൃത്യമായിട്ട് എത്ര സീറ്റ് കുറയുമെന്ന് അവർക്കൊരു അനുമാനമുണ്ട്. ആ അനുമാനത്തെ അതുപോലെ തന്നെ ഈ എക്സിറ്റ് പോള്, പ്രദീപ് ഗുപ്തയുടെ എക്സിറ്റ് പോള് BJPയുടെ കയ്യിൽ എത്തുന്നില്ല എന്നാണോ നമ്മൾ കരുതുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ലിസ് ആ കാര്യത്തിൽ നടത്തുന്നത്. പ്രദീപ് ഗുപ്തയുടേതും ഒരു മഹാരഹസ്യമായി നിൽക്കുകയല്ല. 1-ാം തീയതി മാത്രമേ നമ്മളത് അറിയുന്നുണ്ടാകൂ, അതിനോടകം അറിയേണ്ടവർ അറിയുന്നുണ്ടാകും. ഗോകുമാർ സാർ പറയുകയായിരുന്നു ഇതെല്ലാം വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇരിക്കാനാണെന്ന്. അങ്ങനെ ആ മേഖല പ്രൊഫഷനായി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്, മാധ്യമങ്ങളെയും അത് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട ആളുകൾ അതറിയുകയും അതിനനുസരിച്ച് അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയാണ്. പാവം വോട്ടർമാരത് അറിയുന്നില്ല എന്ന് മാത്രം. ഞാൻ ശ്രീ KP നൗഷാദ് അലി ഇവിടെ ടിന എന്ന കാര്യത്തെപ്പറ്റി പറയുന്നത് കേട്ടല്ലോ, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. പിന്നെ ഈ പറയുന്ന മോദിയെ കൊണ്ട് നിങ്ങളാണ് ഈ OBCയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ പറ്റിയും ഒക്കെ പറയിച്ചത് എന്ന്, അങ്ങയുടെ മറുപടി? ഇവിടെ ഗോപാലകൃഷ്ണന്റെ വാദങ്ങളാണ് നിങ്ങൾ ഈ ചോദ്യത്തിന് ആധാരമാക്കിയത്. അദ്ദേഹം പറയുകയാണ് 370 സീറ്റ് കിട്ടും, ആർട്ടിക്കിൾ 370യുടെ സ്മരണയിലാണ് ആ സീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ലോജിക്ക് അത്തരത്തിലാണ്. അവർ വൈകാരികമായിട്ടാണ് ഓരോ സീറ്റുകളെ പറ്റി പറയുന്നത്. അത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, എവിടെ കുറയും, അതെങ്ങനെ കവർ ചെയ്യും, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള സംസാരമില്ല. അതൊരു ബ്ലൈൻഡായ ഒരു ബ്ലഫ് മാത്രമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇവിടെ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. ഈ ആന്ധ്രാപ്രദേശാണ്, അവിടെ 25 സീറ്റിൽ 6 സീറ്റിലാണ് BJP സഖ്യത്തിൽ മത്സരിക്കുന്നത്. പിന്നെ ഒന്ന് തെലങ്കാനയാണ്, 17ൽ 4 സീറ്റ് നിലവിൽ BJPക്കുണ്ട്. അവിടെ BRS ക്ഷയിക്കുമ്പോൾ അതിൻ്റെ ഒരു മേജർ ഷെയർ കോൺഗ്രസ് എടുത്ത് ഒരു സീറ്റെങ്ങാനും BJPക്ക് കൂടിയാലായി എന്ന് മാത്രമാണ്. പിന്നെ ബംഗാളിലാണ് സീറ്റ് കൂടുമെന്ന് പറയുന്നത്. അവിടെ 42ൽ 18 സീറ്റ് നിലവിലുണ്ട്. അതിൻ്റെ മുകളിൽ എത്ര സീറ്റാണ് ഇനി BJPക്ക് അവിടെ കിട്ടാൻ സാധ്യത എന്ന് ബംഗാളിലെ രാഷ്ട്രീയം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതിനപ്പുറത്ത് ഈ രാജ്യത്ത് എവിടെയും BJPക്ക് സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. കേരളവും തമിഴ്നാടും ഒക്കെ പറയുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വിവരങ്ങളാണ്. ഞാൻ ഹരിയാനയും ഡൽഹിയും പറയാൻ കാരണം അടുത്ത ദിവസം 58 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ആ 2 സംസ്ഥാനങ്ങളും സമ്പൂർണ്ണമായിട്ട് ഉൾപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ BJP മുഴുവൻ സീറ്റിലും ജയിച്ചത് ഈ പറഞ്ഞ രാജസ്ഥാനും ഗുജറാത്തും ഡൽഹിയും ഹരിയാനയും ഉത്തരാഖണ്ഡും ഹിമാചലുമാണ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ BJPക്ക് വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വടക്കു പടിഞ്ഞാറ് എന്നീ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ കർണാടക തൊട്ട് അങ്ങ് മുകളിലേക്കുണ്ട്, അതിൽ മഹാരാഷ്ട്രയുണ്ട്, അതിൽ ഗുജറാത്ത് വരെയുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ ഛഗൻ ഭുജ്ബൽ എന്ന സീനിയർ രാഷ്ട്രീയക്കാരൻ തന്നെ അവിടെ നിരീക്ഷിച്ചതാണ് ഇത്തവണ ഒരു
പവാറിനും ഉദ്ധവിനും അനുകൂലമായിട്ടൊരു സഹതാപ തരംഗം അവിടെ ഉണ്ട് എന്ന്. 40-ൽ 39 ജയിച്ച സംസ്ഥാനമാണ് ബീഹാർ. അവിടെ ഈ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുന്നേറ്റത്തിന് ഗുണഫലങ്ങൾ ഉണ്ടാവില്ല എന്ന് BJP-ക്കാർ പോലും കരുതുന്നില്ല. കർണാടകയിലെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വസുന്ധര പക്ഷേ ശ്രീ നൌഷാദ് അലി ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവർ ഇപ്പൊ പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്ന ഇപ്പൊ ഈ പറഞ്ഞ കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ അങ്ങി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് അവിടെ BJP-ക്ക് ഇവരൊരു സിംഗ് വരുന്നുണ്ട്. ഒരു 3% മുതൽ 5% വരെ ആ വ്യത്യാസം വരാം. യോഗേന്ദ്രനാഥിൻ്റെ കണക്കാണ്, പ്രശാന്ത് കിഷോറിൻ്റെതല്ല. ചിലപ്പോൾ അത് 5 മുതൽ 7% വരെയും വരാം. പക്ഷേ അപ്പോഴും ഇവർ വലിയ മാർജിനിൽ ജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അത് സീറ്റായി മാറാനിടയില്ല. എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന സീറ്റായി ആ സ്വിങ് മാറാനിടയില്ല എന്നാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്നൊരു വികാരം ഉണ്ടാകാം, പക്ഷേ സീറ്റ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഘടകമായി അത് വികസിക്കില്ല എന്നാണ് പറയുന്നത്. ഞാനേതായാലും പ്രശാന്ത് കിഷോറിൻ്റെയോ യോഗേന്ദ്ര യാദവിൻ്റെയോ, ഞാൻ നേരത്തെ നിങ്ങളോട് കുറേ പേര് പറഞ്ഞു. സുധീന്ദ്ര കുൽക്കർണി ഉണ്ട്, വിജയ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാസു ഉണ്ട് തൊട്ടടുത്ത കർണാടകയിൽ. ഒരുപാട് പേര്, പ്രണയ് റോയി ഉണ്ട്, രാജീവ് സർദേശായി ഉണ്ട്, ഒരുപാട് പേര് പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും വിശകലനങ്ങളുമായിട്ട് യൂട്യൂബ് നിറയുന്നുണ്ട്. നമ്മൾ അവരെയൊന്നും ആധികാരികമായിട്ട് എല്ലാ കാലത്തും മുഖവിലൊക്കെ എടുത്തുകൊണ്ട് പിന്നെ നമുക്കൊരു തെരഞ്ഞെടുപ്പ് ചർച്ചയൊന്നും നടത്താൻ കഴിയില്ല. പക്ഷെ ചില ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചില നീതിപൂർവകമായ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലമുണ്ട്. യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ UP അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാവുമെന്ന് പരസ്യമായിട്ട് പ്രവചിച്ചിരുന്നയാളാണ്. അന്ന് യോഗി ആദിത്യനാഥിൻ്റെ പരാജയം പ്രതീക്ഷിച്ചാണ് പിന്നെ കോൺഗ്രസ് ആയാലും SP ആയാലും ഒക്കെ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബംഗാളിനെ പറ്റിയുള്ളതും കൃത്യമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, 18 കിട്ടുമെന്ന് പറയുന്നു. ഇപ്പോൾ യോഗേന്ദ്ര പറയുന്നത് ഈ പറയുന്ന മേദിനിപൂർ എന്ന് പറയുന്ന ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകും, മേദിനിപൂർ എന്ന് പറയുന്ന ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകും, അതുപോലെ തന്നെ വടക്കൻ ബംഗാളിൽ ചെറിയ തിരിച്ചടി ഉണ്ടാകും, തെക്കൻ ബംഗാളിൽ കാര്യമായ തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നാടകീയമായ ഒരു നേട്ടമോ നഷ്ടമോ അതിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നും പറയുകയാണ്. ശരി, ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ ശരി, ഗോപാലകൃഷ്ണൻ കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ മറുപടിയോടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അങ്ങ് എത്ര ഭാഗങ്ങൾ കേട്ടു എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് പലതും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് വേണുവിനറിയാലോ. എന്നാലും ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വേണു ഉച്ചരിച്ച ചില കാര്യങ്ങളുണ്ട്. വേണു പറഞ്ഞ കാര്യമുണ്ട്, അതായത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത്. ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ BJP ദുർബലമായ പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അത് മോദി പ്രഭാവവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. അതെങ്ങനെ വോട്ടിംഗ്? ഇപ്പം കേരളം, ഉദാഹരണം കേരളം എടുക്കാം. കേരളത്തിൽ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാണോ? ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻകംബൻസി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങളും ഞാനും എത്രയോ ചർച്ച ചെയ്തു പിണറായി വിജയൻ്റെ ദുർഭരണത്തിനെതിരായിട്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യേണ്ടത് പിണറായി വിരുദ്ധതയാണ്. പക്ഷേ ഇവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞില്ലേ? തമിഴ്നാട്ടിൽ കുറഞ്ഞില്ലേ? അപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് മോദിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മോദിയുടെ വേവ് ഇല്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ലാത്തതാണ്. അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ വേണു സൂചിപ്പിക്കാം. ഈ മോദി വിരുദ്ധതയുടെ ഒരു നിശ്ചല ഭാവം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, വേണുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോദിയുടെ കയ്യിൽ വാടിത്തളർന്ന താമരയാണെന്നും അതിൻ്റെ വാസ്തുശില്പ ഘടനകൾ, ആ ഘടനകളെക്കുറിച്ചൊക്കെ വിചിന്തനം ചെയ്യുമ്പോൾ മോദിയുടെ വേവില്ലെന്നും മോദി ചർച്ചയില്ലെന്നും BJP വരില്ലെന്നും എല്ലാം പറയും. പക്ഷെ അടിസ്ഥാനപരമായി അതിന് യാതൊരു ബേസുമില്ല. അടിസ്ഥാനപരമായി ബേസില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പം നേരത്തെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ നമ്മുടെ ലേഖിക എന്താ പറഞ്ഞത്? യോഗേന്ദ്ര യാദവ് പറഞ്ഞതാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. അതേ, ശരിയാണ്. അപ്പോൾ യോഗേന്ദ്ര യാദവിന് പറയാം BJPയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിന് പറയാൻ പാടില്ല എന്നാണോ? 2014 ശേഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത് ശരിയാണെന്ന് എനിക്കറിയില്ല, 2014-ലും 2019-ലുമാണ് ഞാൻ വളരെ കീനായിട്ട് ഇത് ഒബ്സർവ് ചെയ്തത്. ആ 2 വർഷങ്ങളിലും വേണു നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാരണവശാലും എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നില്ല. എക്സിറ്റ് പോളുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുമാണ് എക്സിറ്റ് പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ വളരെ മുൻപ് അതുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ വിഷയത്തിൽ അതുകൊണ്ട് ഈ മോദി വിരുദ്ധത കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിലെ ഹാലൂസിനേഷനാണ്. ശരി, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കുക. എന്തായാലും എനിക്ക് സമയം കഴിഞ്ഞതോടെ ഞാൻ ഇടപെടുകയാണ്.
നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിശ്വാസയോഗ്യരായ 2 തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ പ്രവചനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനെ ആധാരമാക്കിയാണ് ഇവിടെയും ചർച്ച നടന്നത്. പക്ഷേ 4-ാം തീയതി അറിയാൻ കഴിയും ജനങ്ങൾ ഈ കാര്യത്തിൽ എത്രമാത്രം വിദഗ്ധരാണ് എന്ന്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.